ഇനി നമുക്ക് എടുക്കാനുള്ളത് നാച്ചുറൽ വെജിറ്റേഷൻസ് അല്ലെങ്കിൽ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയും. എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻസ് ഓഫ് ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. നാച്ചുറൽ വെജിറ്റേഷൻസ് ഏതാണ്? നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. അല്ലെങ്കിൽ എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയും. മക്കളെ ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? നൈസർഗിക സസ്യജാലങ്ങളാണെന്നുള്ളത് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നാച്ചുറൽ വെജിറ്റേഷൻസ് എവിടുത്തതാണ്? യെസ്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെ? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്തത് ഇനി നമുക്ക് പഠിക്കണം. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് കൂടെ നിൽക്കുക. നാച്ചുറൽ വെജിറ്റേഷൻസ് നോക്കിയൊക്കെ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ദ വൺ ഓഫ് ദ സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് റീജിയൻ. നോക്കിയൊക്കെ, ഈ സ്ഥലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉഷ്ണമേഖല മഴക്കാടുകൾ ഈ കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകതയാണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഉഷ്ണമേഖല മഴക്കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ങി നിൽക്കുന്ന നിബിഡമായ വനങ്ങൾ എന്ന് പറയും അല്ലെ? ഉഷ്ണമേഖല മഴക്കാടുകൾ മഴയുടെ കാരണത്താൽ ഉണ്ടായിരിക്കുന്ന വലിയ രൂപത്തിലുള്ള മരങ്ങളാണത് ഉഷ്ണമേഖല മഴക്കാടുകൾ അല്ലെങ്കിൽ എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിന്റെ ഏറ്റവും വലിയ സേലിയൻ ഫീച്ചർ അല്ലെ? ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? യെസ്, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ നൈസർഗിക സസ്യജാലത്തിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ ഈ കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകത. അപ്പൊ ഇവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. മക്കളെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നോക്കിയൊക്കെ. ദീസ് റെയിൻ ഫോറസ്റ്റ് ആർ ആൾസോ കോൾഡ് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട് മക്കളെ? നോക്കിയൊക്കെ, എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മക്കളെ നോക്കുക, എന്താണ്? ഇറ്റ് ഈസ് ആൾസോ കോൾഡ് എന്താണ്? ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എന്താണ്? യെസ്, നിത്യഹരിത വനങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏതിനെ? ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ. ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിൽ കാണുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ഉഷ്ണമേഖല മഴക്കാടുകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇക്വറ്റോറിയൽ. എന്ത് നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞാല്? എപ്പോഴും അവിടെ എന്തേക്കാരം വനങ്ങൾ ഉണ്ടാകും. അതാണ് എന്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉഷ്ണമേഖല നിത്യ ഹരിത വനങ്ങൾ എന്ന് പറയുന്നത്. മക്കളെ ക്ലിയർ? അപ്പൊ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഒന്ന്, ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കാടുകളെ എന്ത് പേരിലാണ്? ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ. എന്താണ്? ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 പോയിന്റ് മക്കളെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റ് അല്ലേ? യെസ്, നോക്കിയൊക്കെ. ദീസ് റെയിൻ ഫോറസ്റ്റ് സ്പ്രെഡ് ഓവർ ദി ആമസോൺ ബാസിൻ ഇൻ ദി സൗത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക ആൻഡ് ഇന്തോനേഷ്യ ആൻഡ് മലായ് പെനിൻസുല ആൻഡ് ന്യൂ ഗിനിയ. ഇത് എവിടേക്കാണ് വ്യാപിച്ച് കിടക്കുന്നത്? അതായത് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഈ കാടുകൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിലല്ലേ? ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് എവിടെയാണ്? ഒന്ന് ആമസോൺ ബാസിൻസിലാണ്, ആൻഡ് സൗത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക ആൻഡ് ഇന്തോനേഷ്യ ആൻഡ് മലായ് പെനിൻസുല ആൻഡ് ന്യൂ ഗിനിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഇത് കാര്യമായിട്ട് എന്ത് കിടക്കുന്നത്? വ്യാപിച്ചിട്ട് കിടക്കുന്നത് എന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് അവിടെ ഓർത്തിട്ട് വെക്കുക. റെഡി അല്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നോക്കിയൊക്കെ എവിടേക്കാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ തടത്തിൽ, അതേപോലെ തന്നെ മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായി ഈ മഴക്കാടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോ 2-3 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? എന്ത് പേരിലാണ്? ഉഷ്ണമേഖല മഴക്കാട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന് എന്ത് പേരില? ഇക്വറ്റോറിയൽ നമ്മൾ പറഞ്ഞ എന്താ എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് തെക്കേ അമേരിക്കയിലെ ആമസോൺ തടത്തിലും മധ്യ പശ്ചിമ ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും മലായ് ഉപദ്വീപിലും ന്യൂ ഗിനിയ എന്നിവിടങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ഈ മഴക്കാടുകൾ ഇതിന് വ്യാപിച്ച് കിടക്കുകയും ചെയ്യുന്നു. മക്കളെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അവിടെ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കട്ടോ. നോക്കിയൊക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ്. ദ റെയിൻ ഫോറസ്റ്റ് ഫൗണ്ട് ഇൻ ആമസോൺ ബാസിൻസ് ഈസ് കോൾഡ് സെൽവാസ്. യെസ്, എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നോക്കിയൊക്കെ, ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്ന പേരിലാണ് വിളിക്കുന്നത്. സെൽവാസ്. ഈ പോയിന്റ് ഓർത്ത് വെക്കട്ടോ. സെൽവാസ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. സെൽവാസ് മക്കളെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സെൽവാസ് എന്നറിയപ്പെടുന്ന ഈ പോയിന്റ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മക്കൾ ഓർത്ത് വെക്കുക. സെൽവാസ് എന്താണ്?
സെൽവാസ്. അവിടെ കാണപ്പെടുന്നത് ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ അറിയപ്പെടുന്ന പേരെന്ത്? എന്താണ്? സെൽവാസ്. ഓർത്തോക്കട്ടോ. യെസ്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ നോക്കാം. എന്താണ്? ദ റെയിൻ ഫോറസ്റ്റ് ഫൗണ്ട് ഇൻ ദി ആമസോൺ ബാസിൻ കോൾഡ് സെൽവാസ്. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന ഈ മഴക്കാടുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? സെൽവാസ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സാറ്റിസ്ഫൈഡ് അല്ലോ? മനസ്സിലാവണല്ലേ ക്ലാസ്? ഓക്കെ, ക്ലാസ് മനസ്സിലാവുണ്ടോ? യെസ്, അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടോ? യെസ്, മാഷ് മുഖാന്തരം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അത് അറിയിക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണ്ട. അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്താനാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? യെസ്, അപ്പൊ നോക്കുക, റെയിൻ ഫോറസ്റ്റ് കാണപ്പെടുന്ന എവിടെയാണ്? സോറി, ആമസോൺ ബാസിൻസിൽ കാണപ്പെടുന്ന റെയിൻ ഫോറസ്റ്റ് എന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട് സെൽവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത പോലെ യെസ്, ഓക്കെ. There is no particular season for seeding, flowering and fruiting and shedding leaves in the climatic regions. ഓർത്തുവെച്ചോട്ടോ. അടുത്ത പോയിന്റ് ആണ്, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നോക്കൊക്കെ, ഈ കാലാവസ്ഥാ മേഖല വിത്തുകൾ മുളക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇലപൊഴിക്കുന്നതിനോ ഒരു പ്രത്യേകമായിട്ടൊരു സീസൺ ഇല്ല മക്കളെ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് അല്ലേ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഏതാ പഠിക്കുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലേ? അല്ലേ? യെസ്, മക്കളെ ഇങ്ങോട്ട് നോക്കട്ടാ. യെസ്, ഒന്ന് ഇങ്ങോട്ട് നോക്കാം, ശ്രദ്ധിച്ചു നോക്കട്ടാ. യെസ്, നമ്മൾ പറഞ്ഞു ഇതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലേ? ഒരു മിനിറ്റ്. യെസ്, ഓക്കെ, ഇതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ സങ്കല്പിക്കുക. ഇതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് പതിക്കുന്നത്? സൺറൈസ് പതിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഒരു മിനിറ്റ്. യെസ്, നോക്കി, ഇത് സണ്ണാണ് സങ്കല്പിക്കുക. ഈ സൺറൈസ് ഏറ്റവും കൂടുതൽ പതിക്കുന്ന സ്ഥലം എവിടേക്കാണ്? ഇങ്ങോട്ടേക്കാണ് നമ്മൾ പറഞ്ഞു അല്ലെ? യെസ്, നോക്കി, ഇങ്ങോട്ടേക്ക് അതിശക്തമായ ചൂട്, നമ്മുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും ഇവിടെ കൂടുതലേക്ക്? താപം എന്ന് പറഞ്ഞ കൂടുതലേക്കാണ്. താപം കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ താപം എന്തായിരിക്കും മക്കളെ? താപം എന്ന് പറഞ്ഞത് കൂടുതലാണ്. അപ്പൊ താപം കൂടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? അതിശക്തമായിട്ട് മഴയും പെയ്യും നമ്മൾ പറഞ്ഞു അല്ലെ? മഴയും എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പെയ്യും അല്ലെ? അപ്പൊ നോക്കിയൊക്കെ, ഇവിടെ എന്ത് ചെയ്യും? അതിശക്തമായിട്ട് വെയിലും അതിശക്തമായിട്ട് മഴയും ലഭിക്കുന്നതിന് എല്ലാ കാലത്തും ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിൽ അതിശക്തമായിട്ട് മഴ പെയ്യും, നല്ലോണം വെയിലും കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ എന്തെന്നാ പറയുന്നത്? ഒരു പ്രത്യേകമായിട്ട് സസ്യങ്ങൾ വളരാൻ ഒരു സീസൺ ഇല്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏത് ക്ലൈമാറ്റിക് റീജിയൻസിലാണ്? ഇപ്പൊ ഇന്ത്യ നിൽക്കുന്ന ഏത് ക്ലൈമാറ്റിക് റീജിയൻസിലാണ്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസിലാണ്. ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകത എന്താണ്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകത നമ്മുടെ എന്താ? യെസ്, അപ്പോഴുപ്പോഴൊക്കെയായിട്ടാണ് മഴ പെയ്യുക അല്ലെ? അപ്പോഴുപ്പോഴൊക്കെയായിട്ടാണ് എന്ത് ചെയ്യുക? മഴ പെയ്യുക അല്ലെ? നമുക്കൊരു പ്രത്യേകമായിട്ട് സീസൺ ഒക്കെ. എന്നാൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിന് എന്തില്ല? ഒരു പ്രത്യേകമായിട്ടൊരു സീസൺ ഇല്ല. ഒരു പ്രത്യേകമായിട്ട് എന്തില്ല? ഒരു സീസൺ എന്ത് ചെയ്യുന്നില്ല, അവിടെ പറയുന്നില്ല. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവിടെ സസ്യങ്ങൾ വളരാൻ ഒരു പ്രത്യേകമായിട്ടൊരു സീസൺ ഇല്ല. എല്ലാ കാലത്തും സസ്യങ്ങൾ വളരും, എല്ലാ കാലത്തും വിത്തുകൾ ഉണ്ടാകും, വിത്തുകൾ മുളക്കും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പൊ നോക്കിയൊക്കെ എന്തൊക്കെയാണ് പോയിന്റ് നമ്മൾ പറഞ്ഞത് നോക്കിയൊക്കെ. യെസ്, നോക്കിയൊക്കെ, ഇൻ ദ there is no particular season. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോ? യെസ്, നോക്കാം. There is no particular season for seeding, flowering and fruiting and shedding leaves in the climatic region. ഈ സ്ഥലത്ത് പ്രത്യേകമായിട്ട് വിത്തുകൾ മുളക്കുന്നതിനോ അല്ലെങ്കിൽ കായ്ക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഇല പൊഴിക്കുന്നതിനോ ഒരു പ്രത്യേകമായിട്ടൊന്നുമില്ല, ഒരു കാലം ഇല്ല. എല്ലാ കാലത്തും സസ്യങ്ങള് വളരും എന്നുള്ളതാണ് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിന്റെ നൈസർഗിക സസ്യജാലങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത്. മക്കളത് ഓർത്ത് നോക്കട്ടോ. നോക്കിയൊക്കെ, as these processes occur year round in the tropical rainforest, there remains evergreen throughout the year. നോക്കിയൊക്കെ എന്താ പോയിന്റ് പറയുന്നത്? വർഷം മുഴുവൻ ഇത്തരം പ്രക്രിയകൾ ഇവിടുത്തെ കാടുകൾ സജീവമാണ്. അതിനാൽ ഇവ നിത്യഹരിതവനമായിട്ട് കാണപ്പെടുന്നു. എല്ലാ കാലത്തും ഇത്തരത്തിൽ മഴയും വെയിലും കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? പന്തലിച്ച് കിടക്കുന്ന അതിശക്തമായ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിതവനങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തോളം കാരണം ഇടത്തൂർന്ന് നിൽക്കുന്ന കാടുകളായിരിക്കും. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിൽ എല്ലാ സ്ഥലത്തും എന്തൊക്കെയാണ്? മഴയും വെയിലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഭൂമിയുടെ മറ്റൊരു സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സസ്യങ്ങൾ ഉള്ളത് ഏത് റീജിയൻസിൽ വെച്ചല്ല എവിടെയായിരിക്കും? അപ്പൊ മക്കളെ പറഞ്ഞേ, എവിടെയായിരിക്കും? യെസ്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിലാണ്. ഡൗട്ട് ഉണ്ടോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സാറ്റിസ്ഫൈഡ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇതാണെന്ത്? നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിലെ നാച്ചുറൽ വെജിറ്റേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൈസർഗിക സസ്യജാലങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്?
ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ആ റെയിൻ ഫോറസ്റ്റിനെ എന്ത് പറയുന്നു? ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ഇത് കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? ഒന്ന് സൗത്ത് അമേരിക്കയിലെ അല്ലെ ആമസോൺ ബാസിൻസ് ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക ആൻഡ് ഇന്തോനേഷ്യ ആൻഡ് മലായ് പെനിൻസുല ആൻഡ് ന്യൂ ഗിനിയ, ഇത്തരം സ്ഥലങ്ങളാണ് ഇത് കാണപ്പെടുന്നത്. ആമസോൺ ബാസിൻസിൽ കാണപ്പെടുന്ന ഈ റെയിൻ ഫോറസ്റ്റുകളെ സെൽവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. There is no particular season for seeding, flowering, fruiting and shedding leaves in the climatic regions. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ദ പ്രോസസ് ഒക്കെ അല്ലെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കാലത്തും ഈ പ്രോസസ് തുടർന്നുകൊണ്ട് തന്നെ വിളിക്കുന്നത് ഗ്രീൻ എവർഗ്രീൻ ത്രൂട്ട് ദി ഇയർ, എല്ലാ കാലത്തും ഇത് നിത്യഹരിതവനമായിട്ട് കാണപ്പെടുന്നു. മക്കളെ ഒക്കെ അല്ലെ ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഈ കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകത. ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിതവനങ്ങൾ എന്നറിയപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടത്തിലും മധ്യ പശ്ചിമ ആഫ്രിക്കയിലും ഇന്തോനേഷ്യ, മലാവി ഉപദ്വീപ്, ന്യൂഗിനി എന്നിവിടങ്ങളായി മഴക്കാടുകൾ വ്യാപിച്ച് കാണപ്പെടുന്നുണ്ട്. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെൽവാസ് ഓർത്തോക്കാനുണ്ടോ? അതിനുശേഷം ഈ കാലാവസ്ഥ മേഖലയിൽ വിത്തുകൾ മുളക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ ഒരു പ്രത്യേകമായിട്ടൊന്നുമില്ല, ഒരു കാലം ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. അതിനാൽ തന്നെ ഇവിടുത്തെ കാടുകൾ എന്താണ്? നിത്യഹരിതവനമായിട്ട് കാണപ്പെടുന്നു. ഇത്രയുമാണ് മക്കളെ നൈസർഗിക സസ്യജാലങ്ങൾ, നാച്ചുറൽ വെജിറ്റേഷൻസ് ഓഫ് ദി എവിടത്തെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ്.